ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ചയോഗ സാധന എന്ന പരമ്പരയിലെ 9ാമത്തെ പ്രാക്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഇതുവരെ അത് ചിഗോങ് മുറയിലും ഒക്കെ ആണ് പോയി വന്നതെങ്കിൽ ഇന്ന് നമ്മൾ സൂഫി ധാരയിലുള്ള ഒരു പ്രാക്ടീസിനെയാണ് എടുക്കുന്നത്. സൂഫിധാരയില് സൂഫിധാര നമ്മുടെ ഈ ഒരു പ്രാക്ടീസുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ സങ്കല്പങ്ങളുമായിട്ട് നമ്മുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ രൂപത്തിലാണ് നമ്മളിതിനെ പ്രതിപാദിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: ഹു ധിക്ർ ഈസ് എ സൂഫി ബ്രീത്ത് പ്രാക്ടീസ് ടു സറണ്ടർ ഈഗോ ടു ദി ഡിവൈൻ. ഹു ദിക്ർ എന്നത് ചയോഗ സാധനയിലെ 9ാമത്തെ മുറയാണ്. ഇത് സൂഫി ധാരയിൽ നിന്നുമുള്ള ഒരു ആത്മാർപ്പണ പ്രാണായാമമാണ്. തൊട്ടു മുമ്പ് ചെയ്ത ലെറ്റ് ഗോ സാധനയിലൂടെ വൈകാരിക ശുചീകരണം നടത്തിക്കഴിഞ്ഞവർക്ക് അഹം ശുചീകരിച്ച് പ്രപഞ്ചബോധത്തിലേക്ക് അഥവാ ഈശ്വരനിലേക്ക് അഥവാ അല്ലാഹുവിലേക്ക് ആത്മത്തെ അഥവാ അഹംബോധത്തെ സമർപ്പിക്കുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. കാലുകൾ ഒരടി അകലത്തിൽ വെച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് ഈ പരിശീലനം ചെയ്യുക. ആദ്യം ഉദരത്തെ കേന്ദ്രീകരിച്ച് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും അതിനൊപ്പം വിരലുകൾ മടക്കുകയും തൂക്കിയിട്ട കൈകൾ ശിരസിന് ഇരുപുറത്തുമായി കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്. പിന്നീട് ഹു എന്ന് ഉച്ചരിച്ച് ഉദരത്തിൽ നിന്നും അഥവാ ഹൃദയബോധത്തിൽ നിന്നും തുടങ്ങി ശ്വാസകോശത്തിൽ പൂരിതമായ അഹത്തെ പൂർണ്ണമായി ഉച്ഛ്വസിച്ച് കാൽവിരലുകൾ എഴുന്നേറ്റുയർന്ന് വിരലുകൾ വിടർത്തി കൈകൾ ആകാശത്തേക്ക് അഥവാ ഈശ്വരനിലേക്ക് എറിഞ്ഞ് അഹത്തെയും ആത്മത്തെയും സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുകയാണ് വേണ്ടത്. വീണ്ടും കൈകൾ ആദ്യം തൂക്കിയിട്ട് അതേ സ്ഥാനത്ത് തിരികെ എത്തുമ്പോൾ ഒരു വട്ടം പൂർത്തീകരിക്കുന്നു. ഇങ്ങനെ 99 തവണ ആവർത്തിച്ചു കഴിഞ്ഞ് നിശബ്ദമായും ശാന്തമായും നിന്നുകൊണ്ട് ശരീരസ്പന്ദനങ്ങൾക്ക് സാക്ഷിയാകുന്നതിലൂടെ പ്രപഞ്ചബോധവുമായുള്ള നമ്മുടെ ആത്മബന്ധത്തെ അനുഭവിക്കാനാകും. അപ്പോ ഇതാണ് ഹു ധിക്റിനെ കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ ഈ ദിക്ർ എന്ന് പറയുന്ന പദം അതിന്റെ അപൂർണതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാണ്. അതായത് സൂഫി ധാരയിലെ ഈ ഒരു പ്രാക്ടീസിന് പറയുന്നത് ദിക്ർ എന്നാണ്. അത് മെമ്മറൈസ് ചെയ്യുക, റിമംബറൻസ് എന്നാണ് പറയുക. ഈശ്വര സ്മരണ എന്ന് പറയുക. ഈശ്വരനിലേക്ക് നമ്മളെ അഹത്തെ അർപ്പിച്ച് അതിനെ സ്മരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ധിക്ർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇതിനെ ഹൂ മെഡിറ്റേഷൻ എന്നാണല്ലോ പറയാറുള്ളത്. അപ്പൊ ഇത് 9ാമത്തെ മുറയാണ്. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ലെറ്റ് ഗോയെ കുറിച്ച്. അപ്പൊ ലെറ്റ് ഗോ എന്ന് പറയുന്ന സാധനയിലൂടെ വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ശുചീകരണം നടത്തി കഴിഞ്ഞവർക്കാണ് ഇത് ചെയ്യാൻ യോഗ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഈ ചയോഗ സാധനയിൽ ഇതിന് 2 പ്രാക്ടീസ് അല്ലെങ്കിൽ 2 സംഗീത ഖണ്ഡങ്ങൾ ഇല്ല. പകരം ഒന്നിൽ തന്നെയാണ്. ആ ഒന്ന് കഴിഞ്ഞവർക്ക് ഇത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നേരിട്ട് ആരും ഇത് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹം ശുചീകരിക്കുക എന്നുള്ളതാണ്. ഈ ഞാനാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും പ്രശ്നക്കാരൻ. ഞാൻ എന്നുള്ള ആ ഓർമ്മ, ഞാൻ എന്നുള്ള സങ്കല്പം. പക്ഷെ ഞാനില്ലാതെ നിൽക്കാനും കഴിയില്ല. ഞാനില്ലാതെ എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോ ഞാൻ എന്നുള്ളത് എവിടെയാണോ നിൽക്കേണ്ടുന്നത്, എന്നുവെച്ചാൽ ഞാൻ ഭൂമിയിൽ കാലുറച്ച് നിൽക്കേണ്ടതുണ്ട്. ഞാൻ ആകാശത്തേക്ക് ഒരു മരം നിൽക്കുന്നത് പോലെ വിടർന്ന് ഇങ്ങനെ നിൽക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ആ വേരുകളിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ കാലൂന്നൽ ഉറപ്പിക്കുകയും ബാക്കിയുള്ളത് മുഴുവൻ പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതിന് തടസ്സമായി നിൽക്കുന്ന അഹംഭാവം, ആ ഭാവത്തെ ഒഴിവാക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോ അഹം ശുചീകരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെ നമ്മുടെ അഹത്തെ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള തിരിച്ചറിവിനെ ഒക്കെ പൂർണ്ണമായിട്ടും പ്രപഞ്ചബോധത്തിലേക്ക്, അതിന് ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് ഈശ്വരനിലേക്ക് എന്ന് പറയാം. ഇവിടെ ഈ ഹൂ മെഡിറ്റേഷൻ ചിട്ടപ്പെടുത്തിയവർ അതിനെ അല്ലാഹുവിലേക്ക് എന്നാണ് സങ്കല്പിക്കുന്നത്. അപ്പോ അല്ലാഹുവിലേക്ക് അഥവാ ഈശ്വരനിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ആത്മത്തെ അതല്ലെങ്കിൽ ബോധത്തെ സമർപ്പിക്കുക എന്നാണ് ഇതിന്റെ സങ്കല്പം. ഇത് ചെയ്യുമ്പോൾ സങ്കല്പിക്കുന്ന അതാണ്.
ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. കാലുകൾ ഒരടി അകലത്തിൽ വെച്ചുകൊണ്ടാണ് പരിശീലനം ചെയ്യുക. ഈ ബെല്ലി ബ്രീത്തിങ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ, നമ്മൾ പ്രാണധ്യാനം ചെയ്യുന്ന സമയത്ത് പഠിച്ചതാണ്. അപ്പോൾ ഉദരത്തെ ആധാരമാക്കി ശ്വസിക്കുക, ഉദരത്തെ കേന്ദ്രീകരിച്ച് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക, അത് ഉദരത്തെ വീർപ്പിക്കുക. ശ്വാസം എടുക്കുന്നതനുസരിച്ച് ഉദരം വീർത്തു കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക്, ഉദരത്തിലേക്കാണ് ശ്വാസം എടുക്കുന്നത് സങ്കല്പിച്ചാൽ മതി. അപ്പൊ ഉദരത്തെ കേന്ദ്രീകരിച്ച് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും അതിനൊപ്പം വിരലുകൾ മടക്കുകയും തൂക്കിയിട്ട ശിരസിന് ഇരുപുറത്തുമായി കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെ വിരലുകൾ ആ സമയത്ത് മടക്കി മടക്കി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആ അഹത്തെ, നമ്മുടെ അകത്ത് കിടക്കുന്ന അഹത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കൈകൾ ആദ്യം നമ്മുടെ ഹിപ്പിന്റെ വലതും ഇടതുമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെന്ന് സങ്കല്പിക്കുക. അവിടെ നിന്നാണ് ഇത് വരുന്നത്. അവിടെ നിന്നത് പതുക്കെ ഉയർത്തി നമ്മുടെ നേരെ മുൻപിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. ആ വരുന്ന സമയത്താണ് വിരലുകൾ മടങ്ങി വരേണ്ടത്. അപ്പോ ഉദരത്തെ കേന്ദ്രീകരിച്ച് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കും, അതിനൊപ്പം വിരലുകൾ മടക്കുകയും തൂക്കിയിട്ട കൈകൾ ശിരസിന് ഇരുപുറവുമായി കൊണ്ടുവരികയുമാണ് വേണ്ടത്. ഇത് വളരെ വേഗത്തിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും കൊണ്ട് നമ്മുടെ അഹത്തെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇനി ഹൂ എന്ന് ഉച്ചരിച്ചുകൊണ്ട്, ഹൂ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നും കൃത്യമായിട്ട് വരണം. നമ്മൾ ഈ എന്താ പറയാ ഭത്സിക ഒക്കെ ചെയ്യില്ലേ, അപ്പൊ അതുപോലെ നമുക്ക് ഉള്ളിൽ നിന്നും ആ ഒരു ശബ്ദം ഉള്ളിൽ നിന്നും വരണം. ഉള്ളിൽ നിന്നും വേണം വരണം, അത് തൊണ്ടയിൽ നിന്നല്ല വരേണ്ടത്. അത് ഉദരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പോ ആ ലങ്സിൽ നിന്നും പരമാവധി കാറ്റ് വെളിയിലേക്ക് വരുന്ന പോലെ ഹൂ എന്ന് ഉച്ചരിച്ച് ഉദരത്തിൽ നിന്നും അഥവാ ഹൃദയബോധത്തിൽ നിന്നും തുടങ്ങി അവിടെ തന്നെ തുടങ്ങിയിട്ട് ശ്വാസകോശത്തിൽ പൂരിതമായ അഹത്തെ പൂർണ്ണമായി ഉച്ഛ്വസിച്ച്, എന്നാണ് ശ്വാസകോശത്തിൽ പൂരിതമായ അഹം. നമ്മുടെ അഹത്തെ പോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂതം എന്ന് പറയുന്നത് വായുവാണ്. നമ്മൾ എത്രത്തോളം വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്നുവോ, എത്ര തവണ എടുക്കുന്നു, ആ സമയത്തെല്ലാം നമ്മുടെ അഹം പൂർണ്ണമാകും. അഹം അതിന്റെ സമ്പൂർണ്ണ രൂപത്തിലേക്ക് വരും, സമ്പൂർണതയും കവിഞ്ഞു വളരും, പിന്നെയും വളരും. അങ്ങനെയാണ് ഈ അഹംഭാവം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പൊ പ്രാണൻ ശ്വാസകോശത്തിനകത്തേക്ക് എത്ര ചെല്ലുന്നുവോ, എത്ര തവണ ചെല്ലുന്നുവോ, എത്ര ഏറെ അത് ഊർജ ദാനം നടത്തുന്നുവോ, അപ്പോഴെല്ലാം അഹം വളരുകയാണ്. ആ അഹത്തിന്റെ കുടിയിരിപ്പ് എന്ന് പറയുന്നത് നെഞ്ചാണ്. നമ്മൾ ഞാൻ എന്ന് പറയുന്നത് നെഞ്ചത്ത് കൈവച്ചല്ല പറയുന്നത്. അതിന്റെ കാരണം നിർത്താ അവിടെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്യുന്ന ആ അഹത്തെ അവിടെ നിന്നും ശ്വാസകോശത്തിൽ നിന്നും എടുത്ത് ശ്വാസകോശത്തിൽ പൂരിതമായ അഹത്തെ പൂർണ്ണമായും ഉച്ഛ്വസിച്ച്, അതിനൊപ്പം തന്നെ ആ ഉച്ഛ്വസിക്കുന്നതിനൊപ്പം തന്നെ കാൽവിരലുകളിൽ എഴുന്നേറ്റ് നിൽക്കുക. കാൽവിരലുകളിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് വെച്ചാൽ പതുക്കെ കാലുകൾ നിവർത്തി നമ്മളിങ്ങനെ ഉയരുക. കാൽവിരൽ എഴുന്നേറ്റ് ഉയർത്ത് വിരലുകൾ വിടർത്തി, കൈയുടെ വിരലുകൾ വിടർത്തി കൈകൾ ആകാശത്തേക്ക് അഥവാ ഈശ്വരനിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ എറിഞ്ഞ് അഹത്തെയും ആത്മത്തെയും സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുക. നമ്മുടെ ആത്മം എന്ന് പറയുന്ന, അതായത് നമ്മുടെ സ്വത്വമുണ്ടല്ലോ, ആ സ്വത്വബോധത്തെയും ഞാൻ എന്നുള്ള ഭാവത്തെയും ഇത് രണ്ടിനെയും നമ്മൾ ആ ഈശ്വരനിലേക്ക് സമർപ്പിക്കുക. ക്ലീൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. യോഗശാസ്ത്രത്തിന്റെ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുക എന്ന് പറയും. ഈ ക്ലെൻസിങ് അല്ല സത്യത്തിൽ. ഇവിടെ ഇതിനെ എടുത്ത് അങ്ങ് സമർപ്പിക്കുക എന്നുള്ളത്, ഇത് നമ്മൾ അവിടേക്ക് കൊടുക്കുന്നു, അവിടെ തീരുമാനിച്ചോട്ടെ. അതിന് ഭക്തിയുടെ ഒരു ഭാവം ഉള്ളത് നല്ലതാണ്, സമർപ്പണത്തിന്റെ ഭാവം ഉള്ളത് നല്ലതാണ്. ഇനി ഭക്തി വരാത്ത യുക്തിവാദികളാണെങ്കിൽ പോട്ടെ, നിങ്ങൾ ക്ലീനിങ്ങിനെ കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി. ഉള്ളിൽ നിന്നും ആ എയർ ക്ലീൻ ചെയ്യുന്നതായിട്ട് ആലോചിച്ചാൽ മതി. ഉയർന്ന അവസ്ഥയിലേക്ക് ഇതിനെ സമർപ്പിക്കുന്നതായിട്ട്, അത് നമ്മൾ നെസ്റ്റഡ് പാറ്റേണിനനുസരിച്ച് ഉപരിവ്യവസ്ഥയിലേക്ക് നമ്മുടെ ആ ആത്മബോധത്തെ സമർപ്പിക്കുന്ന, കണക്ട് ചെയ്തതായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോ ഉയർന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഈശ്വരബോധത്തെ, പ്രപഞ്ചബോധത്തിലേക്ക് നമ്മുടെ അഹം എന്നുള്ള അവസ്ഥയെ ഉച്ഛ്വാസം വഴി, ഉച്ഛ്വസിക്കുന്നത് വഴി നമ്മൾ അവിടേക്ക് സമർപ്പിക്കുക എന്നുള്ള പ്രക്രിയ ചെയ്യുക. വീണ്ടും കൈകൾ ആദ്യം തൂക്കിയിട്ട് അതേ സ്ഥലത്ത് ഹിപ്പിന്റെ രണ്ട് വശത്തേക്ക് കൊണ്ടുവരിക. അത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വട്ടം പൂർത്തീകരിക്കുന്നത്. അവിടെ എത്തിയാൽ കൈകൾ അവിടെ നിൽക്കില്ല, വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കൈകൾ തുടങ്ങുകയല്ല ചെയ്യുന്നത്. കൈകൾ ആദ്യം ഇങ്ങനെ തുടങ്ങി ഇവിടെ വന്ന് പിന്നെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ് ഒരു
ആദ്യം താഴത്തേക്ക് നിൽക്കുന്നു, പിന്നെ നടുവിലേക്ക് വരുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു. ഈ ഒരു പ്രോസസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഇങ്ങനെ 99 തവണ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളിവിടെ 73 തവണയാണ് ചെയ്യുന്നത്. അത് സംഗീതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് സംഗീതത്തിന്റെ ആ പരിധിക്കനുസരിച്ചാണ്. അത് 72 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ 9 തവണയുള്ള താളവട്ടങ്ങൾ പൂർത്തീകരിക്കും. ആ താളവട്ടങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് 1 തവണ കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ 70 വെച്ചാൽ ഇപ്പോ സപ്തസ്വരങ്ങൾ പാടുകയാണെങ്കിൽ 8 താളം വരുമല്ലോ, അതുപോലെ 8ാമത്തേത് എന്ന് വിചാരിച്ചാൽ അങ്ങനെ 73 പ്രാവശ്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 73 തവണ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് ശരീരസ്പന്ദനങ്ങൾക്ക് സാക്ഷിയാവുക. സാക്ഷ്യത്തെക്കുറിച്ച് നാളെ പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ കൈകൾ ഹിപ്പിലേക്ക് വെച്ചുകൊണ്ട് തല 45 ഡിഗ്രി വെച്ചുകൊണ്ട് ശരീരസ്പന്ദനങ്ങൾക്ക് സാക്ഷിയാകുക എന്നുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉള്ളിൽ നിന്നും അഹം വെളിയിലേക്ക് പോയത്, നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസം വന്നത്, നമ്മൾ ശരീരത്തെ മുഴുവൻ സ്ട്രെച്ച് ചെയ്തു നിന്നത്, പ്രപഞ്ചത്തിന്റെ ദിശയിലേക്ക് നമ്മൾ അലൈൻ ചെയ്തു നിന്നത്, ഇതെല്ലാം നമ്മൾ അനുഭവിക്കും. ആ അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ ആ അനുഭവത്തെ മുഴുവൻ സ്പന്ദനങ്ങളായിട്ട് നമുക്ക് അറിയുന്നുണ്ടാവും. ആ സ്പന്ദനങ്ങളാകുന്നതിനെ ശ്രദ്ധിച്ച് പ്രപഞ്ചബോധവുമായിട്ട് നമ്മുടെ ആത്മബോധത്തെ ചേർത്ത് നിന്ന് കഴിഞ്ഞു. നമ്മൾ എറിയുന്നതോട് ചേർന്ന് നിന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ആത്മബന്ധത്തെ അനുഭവിക്കാനാവും. ഇത് അനുഭവിക്കേണ്ട കാര്യമാണ്. ഇത് യുക്തി വിചാരം ചെയ്യുന്നതല്ല. നമ്മൾ ആദ്യം ചില ആ ധാരയിലേക്ക് വരുമ്പോൾ ചില സങ്കല്പനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇത് യുക്തി വിചാരം ചെയ്താൽ ബോധ്യമാകുന്ന കാര്യമല്ല. സങ്കല്പങ്ങൾ ആവശ്യമാണ്. സങ്കല്പത്തിന്റെ കുറെ കഴിയുന്ന സമയത്ത് നമുക്കത് ബോധ്യമാകും. നമുക്ക് ശരീരത്തിൽ ഇത് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആ കണക്ഷൻ ഉണ്ടാവുന്നത് അനുഭവിക്കാൻ കഴിയും. കാര്യം ഇത്രയേ ഉള്ളൂ. ഉപരിവ്യവസ്ഥയുമായുള്ള നമ്മുടെ പ്രഭാവങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ പ്രഭാവവും നമ്മുടെ ക്രിസ്റ്റോനുകളുമെല്ലാം അവിടേക്ക് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഊർജവിനിമയം നടക്കുക, ബോധവിനിമയം നടക്കുക. ആ സമയത്ത് നമുക്ക് ആ തുറന്നിരിക്കുന്ന അവസ്ഥ കൃത്യമായിട്ട് ബോധ്യപ്പെടാനാകും. വിശക്കുമ്പോൾ വിശക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നത് പോലെ, നിങ്ങളുടെ ഭക്ഷണം കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഉമിനീരുണ്ടാകുന്നത് പോലെ, അതായത് നിങ്ങളും നിങ്ങളുടെ ബാഹ്യലോകവും നിങ്ങളുടെ ആന്തരിക ലോകവും തമ്മിലുള്ള ഒരു വിനിമയം നടക്കുന്നത് പോലെ നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം കൃത്യമായിട്ട് നടക്കുന്നത് ഈ സ്പന്ദനാവസ്ഥയിലൂടെ നമുക്ക് ബോധ്യമാകാൻ കഴിയും. അതിനുള്ള ഒരു വളരെ വിലപ്പെട്ട പ്രാക്ടീസാണ് ഊഥൈക്ര എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുക, അതിലൂടെ അനുഭവങ്ങൾ നേടിയെടുക്കുക, ഈശ്വരീയത്തെ തൊട്ടറിയുക. അതിനായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.